കാണുമ്പോഴോ എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളുടെ കൂടെ വന്ന് അവിടെ നിൽക്കാനാണ് എനിക്കിഷ്ടം, ഇവിടെ നിൽക്കാനല്ല. നിങ്ങളുടെ കൂടെ അവിടെ നിൽക്കാനാണ്. എന്തായാലും ഇനിയും ഇവിടെ വരാനുള്ള ഭാഗ്യം എനിക്കിപ്പോൾ ദൈവം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. നമ്മളാണ് നന്ദി പറയേണ്ടതല്ലേ? കാരണം ഷീലാമ്മ നമുക്ക് വേണ്ടി എല്ലാ തിരക്കും മാറ്റി വെച്ച് ഇവിടെ വന്നപ്പോൾ ഒരൊറ്റ കാര്യം, ചേച്ചിമാർക്ക് എന്തെങ്കിലും ഷീലാമ്മയോട് ചോദിക്കാനുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. ഒരു ഡയലോഗ് പറയുമെന്നാണ് ഷീലാമ്മ. ഏതെങ്കിലും ഒരു ഡയലോഗ് പറയുമെന്ന് ഷീലാമ്മയുടെ ആരാധകരെ ചോദിച്ചിരിക്കുകയാണ്. ആണോ? പറയട്ടെ. ആ, എന്റെ കൊച്ചു ഇപ്പോഴും ഷീലാമ്മ അത് പറയുമ്പോൾ ഒരു സുഖം ബാക്കി ആര് പറഞ്ഞാലും കിട്ടത്തില്ല അല്ലേ? കാരണം മധുസാറിനെ നോക്കി എന്റെ കൊച്ചു മുതലാളി എന്ന് പറഞ്ഞ പോലെ ഷീലാമ്മ ഈ ബീച്ചിൽ വെച്ചിട്ടാണോ മാനസമൈനിക്ക് എവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത് ഷീലാമ്മ? അത് നാട്ടികയിലായിരുന്നു. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്, എന്തോ ഒരു ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഇവിടെയും നാട്ടികയിലും വെച്ചായിരുന്നു ചെമ്മീൻ്റെ മുഴുവനും ഷൂട്ടിങ് എടുത്തത്. ആ, കണ്ടില്ലേ? ഇതാണ് ഒരു നടി, നായിക എന്ന് പറയുമ്പോൾ. നിങ്ങൾ പറഞ്ഞ ആ സമയത്ത് ഒരു ഷീലാമ്മ ഡയലോഗ് പറഞ്ഞില്ലേ? ചേട്ടന്മാരാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ചേച്ചിമാർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി ഒരു കുറച്ച് സമയം കൂടി നമുക്ക് ഷീലാമ്മ ഇങ്ങനെ അടുത്ത് കിട്ടുള്ളൂ. ചേച്ചിമാർക്ക് ചേച്ചിമാർക്ക് സൗന്ദര്യത്തിന്റെ രഹസ്യം, ഷീലാമ്മയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്നാണ് നിൽക്കുന്ന രണ്ട് ചേച്ചിമാർക്ക് അറിയേണ്ടത്. ഷീലാമ്മ ഒന്ന് പറയും. ഷീലാമ്മ, അയ്യോ, നിങ്ങൾ ഇപ്പോഴേ പറഞ്ഞത് ജീവനോടിരിക്കുന്ന 2-3 പേരേ ഉള്ളൂ എന്ന് ഇവിടെ വെച്ച് പറഞ്ഞതല്ലേ. ഞാനും ആയിഷമ്മ, നിലമ്പൂർ ആയിഷയുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കുട്ടിക്കുപ്പായം എന്നുള്ള പടത്തിൽ. അതുപോലെ തന്നെ ഇരിക്കുന്ന അവരുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം നിങ്ങൾ ചോദിച്ചുകൂടെ? എന്തിനാ എൻ്റെ സൗന്ദര്യത്തിൻ്റെ? അവരും അതുപോലെ തന്നെ ഇരിക്കുന്നത്. എത്ര കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു പടമായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു പടമായിരുന്നു ആ പടത്തിൽ അഭിനയിക്കുമ്പോഴും. പിന്നെ ആ പാട്ടും നല്ല പാട്ടായിരുന്നു. വെളുക്കുമ്പോൾ കുളിക്കുമ്പോൾ എന്ന് പറയുന്ന പാട്ട് എത്ര പ്രാവശ്യം അത് ടി വിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് ഞാനിപ്പോൾ അഭിനയിച്ചത് മനസ്സിനക്കരെ എന്നുള്ളൊരു പടം. അത് ജനങ്ങൾക്ക് എല്ലാവരും അവരുടെ മനസ്സിൻ്റെ അകത്ത് ഏറ്റെടുത്തു ആ പടം. നല്ല ഇപ്പോൾ പടങ്ങൾക്കൊന്ന് കഥയാണ് വളരെ വളരെ പ്രധാനം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാനും ഒരു 3 പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, കഥ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നല്ല നല്ല പടങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ കുറച്ച്